വോക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ ഫലവൃക്ഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പച്ചക്കറി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഫിഷ് എന്ന് പറഞ്ഞ മീൻ വളർത്തലിലോട്ട് പോകുന്നത്. മീൻ നേരത്തെ വളർത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ. പക്ഷേ അതൊന്നും ഒരു കൃത്യത രീതിയിലൊന്നുമല്ല. നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് മീനെ ഇടുക, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുക. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കൃത്യത, അതായത് ഇത്ര സെൻറ്റിൽ ഇത്ര മീനെ ഇടാം, അതിന് മീൻ തീറ്റ കൊടുത്ത്, ഇതുവരെ തീറ്റയൊന്നും കൊടുത്തിട്ടില്ല. ഈ നാച്ചുറൽ പോണ്ടായതുകൊണ്ട് ഇതിലുള്ള അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ കഴിച്ചിട്ടാണ് ഇവർ വളരുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് തീറ്റയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്കിതിൽ നിന്ന് അറിയേണ്ടത്. ഒന്ന്, ഈ മീൻ കൃഷി ലാഭമാണോ? കുറേ പേര് പറയും ലാഭമാണ്, കുറച്ചധികം പേര് പറയും ലാഭമല്ല എന്ന്. അപ്പോൾ ഇത് മീൻ കൃഷി ലാഭമാണോ? രണ്ട്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള മീൻ ലഭിക്കുക എന്നുള്ളത്. ഈ രണ്ട് ഉദ്ദേശത്തോടെയാണ് മീൻ കൃഷി തുടങ്ങിയത്. ഇത്തവണ തുടങ്ങിയാണ് കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 17-ാം തീയതിയാണ് ഇവിടെ മീനിട്ടത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം തൊട്ട് പറയാം. ഇതൊരു സെഗ്മെൻറ്റ് പോലെയാണ് ചെയ്യുന്നത്. അതായത് ഒരു 3, 4, 5 വീഡിയോ ആയിട്ട് നമ്മുടെ മീൻ പിടിക്കുന്നത് വരെയുള്ളത്. അത് ഇതിൻ്റെ ചിലവും കണക്കുകളും എല്ലാം ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഒരു നാച്ചുറൽ പോണ്ടാണ്. ഇത് കുറേ നാളുകളായിട്ടുള്ള പോണ്ടാണ്, വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ 10-40 വർഷമായിട്ടുള്ള പോണ്ടാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തിന് മുന്നെയാണ് ഇത് കെട്ടിയത്. പിന്നെ ഞാൻ വേറൊരു പോണ്ടും കൂടെ ചെയ്തു. അവിടെ വരാലാണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ പോണ്ടിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. നമുക്കിപ്പോൾ ഉള്ള പോണ്ടിൽ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഏത് മീനാണ് ഇടേണ്ടതെന്നുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം, കുറച്ച് പേരുകൾ തിലാപ്പിയുണ്ട്, നട്ടറുണ്ട്, വരാലുണ്ട്. നട്ടർ ഇപ്പം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ വാളയുണ്ട്, അനാബസ് ഉണ്ട്. ഇതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് തുടക്കക്കാരൻ എന്ന നിലയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ തിലാപ്പിയ തന്നെ സെലക്ട് ചെയ്തു. അതിൻ്റെ ടേസ്റ്റ് ഒരു കാരണമാണ്. ഞാൻ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് എനിക്ക് അനാബസിൻ്റെയും നട്ടറിൻ്റെയും ഇതിൻ്റെയും ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആദ്യം തിലാപ്പിയ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഇടാമോ എന്ന് ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട, ബെറ്റർ ഇത് മാത്രം കൃഷി ചെയ്താൽ മതിയെന്നാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ വെച്ചിട്ടും വളർച്ചാ നിരക്ക് വാളയ്ക്കും മോശമല്ല. പക്ഷെ വാളയുടെ ഒരു ഡിമാൻഡും കുറവാണ്, അതിൻ്റെ ടേസ്റ്റും അത്രയ്ക്കങ്ങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തിലാപ്പിയ സെലക്ട് ചെയ്തു. തിലാപ്പിയയിൽ തന്നെ കുറേയേറെ വെറൈറ്റീസ് ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് അവർ ഇവോൾവ് ചെയ്ത് വെക്കുന്നതാണ്. നാടൻ വെറൈറ്റി ഉണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷം MST മോണോസെക്സ് തിലാപ്പിയ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ തിലാപ്പിയ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയാണ് വന്നത്. അതായത് അതിൽ കുറച്ച് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തി അവരിൽ പ്രത്യുൽപാദന ശേഷി കുറച്ചധികം നീട്ടി വെക്കുക. തീരെ ഇല്ലെന്നല്ല, കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പോൾ, ഏകദേശം 1 വർഷം കഴിയുമ്പോൾ അവർ മേറ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേ അതുവരെ അവരെ മേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ സൈസ് കുറച്ചും കൂടെ വലുതായി കിട്ടുന്നു. അപ്പോൾ മോണോസെക്സ് തിലാപ്പിയ കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് വന്നു. ഗിഫ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ MM ഹാച്ചറി അല്ലെങ്കിൽ ചിത്രലാട എന്ന് പറഞ്ഞ തിലാപ്പിയുണ്ട്. അതും ഏകദേശം നല്ല വളർച്ചാ നിരക്കുള്ള തിലാപ്പിയ തന്നെയാണ്. അപ്പം ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് ഈ ചിത്രലാട തിലാപ്പിയ ഉദ്ദേശിച്ചു. പിന്നെ ഗിഫ്റ്റിനെയും നോക്കി. പിന്നെ റെഡ് തിലാപ്പിയ എന്ന് പറയുന്ന ആ കളറുള്ള വേരിയൻറ്റ്, അതും നല്ല സ്വാദിഷ്ടമായ തിലാപ്പിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് 3 ഇടാമെന്ന് വിചാരിച്ചു. ഇത് കിട്ടാൻ സ്വല്പം പാടുപെട്ടു. ഞാൻ അവസാനം ഗിഫ്റ്റും ഈ റെഡ് തിലാപ്പിയും ഞാൻ മേടിച്ചത് റോസൻ ഹാച്ചറീസ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ഒരു ഹാച്ചറിയിൽ നിന്നാണ്. അത്യാവശ്യം വളരെ വലിയ 15 ഏക്കറോളം ഉള്ള ഒരു ഹാച്ചറിയാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ ചിത്രലാടേയും ഞാൻ ഗിഫ്റ്റിനെയും നമ്മുടെ റെഡ് തിലാപ്പിയ
തിലാപ്പിയനെ മേടിച്ചത്. മറ്റേത് ഹാച്ചറിയിൽ തന്നെ ഒരു ഫാമിൽ നിന്നാണ്, ഹാച്ചറി കൊടുക്കുന്ന ഒരു ഫാമിൽ നിന്നാണ് ചിത്രലാടെ മേടിച്ചത്. ഇത്രയും തിലാപ്പിയാണ് ഇട്ടത്. അപ്പോൾ എത്ര ഇടാം എന്നുള്ളത് നമ്പർ എന്ന് പറയുന്നത്, അവർ പറയുന്നത് 1 സെൻറ്റിൽ ഏകദേശം 150ഓളം മീൻ ഇടാം, 200 വരെ ഇടാം എന്നാണ്. ഞാൻ 150 എന്നുള്ള കണക്കിൽ ഇതൊരു 1.5-2 സെൻറ്റുണ്ട്. ഞാനൊരു 300 തിലാപ്പിയാണ് ഇട്ടിരുന്നത്. 300-1 220 എണ്ണം ഈ ചിത്രലാടയും ഇട്ടു, ഗിഫ്റ്റും ഇട്ടു, ബാക്കി റെഡ് തിലാപ്പി ഇട്ടു. ഇപ്പോൾ ആയത് ഏകദേശം ഒരു കഴിഞ്ഞ മാർച്ച് 17-നാണ് ഞാൻ ഇട്ടത്. ഏകദേശം 1 മാസവും 8 ദിവസവും ആയിട്ടുണ്ട്. ഇന്ന് 24-ാം തീയതി, 8 ദിവസവും ആയിട്ടുണ്ട്. ഒരു വളർച്ചാ നിരക്കെന്ന് പറഞ്ഞത് വളരെ നല്ല ഒരു വളർച്ചാ നിരക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇട്ടപ്പോൾ ഏകദേശം 1 ഇഞ്ച് സൈസുള്ള കുട്ടികൾ ഇതിനെയാണ് ഇട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ചോളം 4 ഇഞ്ചോളം വലിപ്പം എത്തിയ മീനുകൾ വരെ ഇതിനകത്തുണ്ട്. ഒരു മാസവും 10 ദിവസത്തിലാണ്. അത്യാവശ്യം നല്ല റേഞ്ചിൽ ഇത് വളരുന്നുണ്ട്. ഞാൻ ഇതിന് കൊടുത്ത ഭക്ഷണം ഗോദ്രേജിൻ്റെ ഒരു ഫിഷ് ഫുഡാണ് കൊടുത്തത്. 6 mm ആണ്, അല്ല 0.6 mm ഫുഡാണ് കൊടുത്തത്, ചെറുതായിട്ട്. അത് നമ്മൾ ഓരോ മാസം കഴിയുമ്പോഴും അതിൻ്റെ സൈസ് 2 mm ഉണ്ട്, 3 mm ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് കൂട്ടിക്കൊണ്ട് വരിക. അതിൽ വലിയ കൃത്യതയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം അത് കൊടുക്കുമ്പോഴേ അത് കഴിക്കുന്നുണ്ട്, അതിന് എടുക്കാൻ എളുപ്പമുണ്ട്. അത് വളരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടിക്കൊണ്ടേ ഇരിക്കാം. എത്ര നേരം കൊടുക്കണം? ഞാൻ ആദ്യം കൊടുത്തത് 3 നേരം കൊടുത്തു. രാവിലെയും കൊടുത്തു, ഉച്ചയ്ക്കും കൊടുത്തു, വൈകുന്നേരവും കൊടുത്തു. ഇപ്പോൾ 2 നേരമേ കൊടുക്കുന്നുള്ളൂ. ഒരു 9 മണിയാകുമ്പോൾ ഒരു തവണ കൊടുക്കും, ഒരു വൈകുന്നേരം 4 മണിക്കും കൊടുക്കുന്നുണ്ട്. ഗ്രോത്ത് വെച്ചിട്ട് എനിക്കിത് അഡിക്വേറ്റ് തീറ്റയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എത്ര കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ ചെയ്യുന്നത്, ഇത് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് തീരണം. അതാണ് ഞാൻ നോക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ തീരുകയാണെങ്കിൽ കുറവാണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റി അങ്ങനെയാണ് ഞാൻ നിശ്ചയിക്കുന്നത്. കുളം ഒരുക്കുന്നതിൻ്റെ രീതി അത് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇത് നാച്ചുറലി ഉള്ള പോണ്ടായിരുന്നു. എനിക്ക് ആകെ ചിലവായത് ഈ നെറ്റിൻ്റെ കാശാണ്. ഏകദേശം ഇതിന് 1500 രൂപ എന്തോ ഇത്രയും കവർ ചെയ്യാനുള്ള നെറ്റ് മേടിക്കാൻ. അപ്പോൾ ഈ നെറ്റിൻ്റെ ഇവിടെ നമ്മുടെ നീണ്ടരയ്ക്ക് അടുത്തായതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ച നെറ്റ് കിട്ടും. അതാണ് മേടിച്ചത്. അതിനെക്കാട്ടി എനിക്ക് എളുപ്പം അതിനെക്കാട്ടി നല്ലതെന്ന് തോന്നിയത്, ഞാൻ ആദ്യം ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു. അത് കിലോയ്ക്ക് 140 രൂപയായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി എനിക്ക് നല്ലതെന്ന് തോന്നിയത് നമുക്ക് പുതിയത് തന്നെ മേടിക്കാൻ പറ്റും. ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നെറ്റ് കിലോയ്ക്ക് 280 രൂപയ്ക്ക്. പക്ഷേ അതിൻ്റെ കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉപയോഗിച്ച നെറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഉപ്പിൻ്റെയൊക്കെ രസം കാരണം വെയിറ്റ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പുതിയത് തന്നെ മേടിക്കുന്നതാണ് വളരെ ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ വരാൽ ചെയ്യാനുള്ള കുളത്തിലിട്ടപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ മേടിക്കുന്നവർ പുതിയത് തന്നെ ഇതിൻ്റെ ചെറിയ കള്ളികളുള്ള കിട്ടും, ആ നെറ്റ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇതുവരെ തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നാച്ചുറൽ പോണ്ടായതുകൊണ്ട് തന്നെ ധാരാളം തവളകൾ ഉണ്ട്. ധാരാളം ഇല്ലെങ്കിൽ ഒരു 6-7 തവളയുണ്ട്, കുറച്ച് ആമയുണ്ട്, പൊളവൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ വെള്ളത്തിൽ കാണുന്ന പാമ്പ്, അതുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ പിടിക്കും എന്നുള്ളത് ഒരു രക്ഷയില്ല. അതിനെ ഞാൻ വിചാരിക്കുന്നു പോട്ടെ, അത്രയും മീൻ കുറയുന്നെങ്കിൽ കുറയട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. അതിനൊന്നും പിടിക്കുന്ന കാര്യം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. രണ്ടാമത്തെ എനിക്കൊരു പ്രശ്നം, ആദ്യം ഞാൻ കുറച്ചുകൂടെ വലിയ കള്ളിയുള്ള നെറ്റായിരുന്നു ഇട്ടിരുന്നത്. അതും ഞാൻ ഈ ഉപയോഗിച്ചതാണ് മേടിച്ചത്. അത് മേടിച്ചപ്പോൾ ഇതിനകത്ത് എരണ്ടെന്നൊക്കെ പറയുന്ന കൊക്കെന്നൊക്കെ പറയുന്ന സംഭവം, കൊക്കും എരണ്ടയൊക്കെ അകത്ത് കയറുകയും കുറച്ച് മീനെ കൊണ്ടുപോവുകയും ചെയ്യും. അതിൻ്റെ പിന്നെയാണ് ഞാൻ ചെറിയ കള്ളികളുള്ള നെറ്റ് എടുത്ത് ഇട്ടിരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതുവരെ ഉണ്ടായ ഒരു പാളിച്ച എന്ന് പറയാനുള്ളത്. നമുക്ക് ഈ വീഡിയോ ഒരു സീരീസായിട്ട് ഒരു 4-5 വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് നമുക്ക് പറയാം ഇത് ലാഭമാണോ അല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആരൊക്കെ വന്ന് മേടിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് കൊല്ലം ടൗണിലായതുകൊണ്ട് തന്നെ ആൾക്കാർ മേടിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് തുടങ്ങുന്നത്.
ഒരു ഐഡിയ ഇല്ല. ഇതുവരെ മീൻ ഞാൻ കൊടുത്തിട്ടില്ല, ഇവിടുത്തെ വീട്ടിൽ നിന്ന് ഇതുവരെ മീൻ കൊടുത്തിട്ടില്ല. ഇത്തവണ വരാലിൻ്റെ ഞാനൊരു 500 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പം വരാൽ കൃഷിയെക്കുറിച്ച് നമുക്ക് ചെറിയൊരു വീഡിയോ നമുക്കൊരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെയ്യാം. ഞാൻ ഇന്നലെ രാത്രിയിലാണ് വരാൽ ഒരു 500 കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ ചെയ്തൊരു പോണ്ടിൻ്റെയാണ്. അത് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയ പോണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചിലവും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. ശരി, നമുക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. ഇതിൽ ഞാനൊരു എക്സ്പേർട്ടേ അല്ല. ഞാൻ പറഞ്ഞതുപോലെ വീട്ടാവശ്യത്തിന് മാത്രം കുറച്ച് മീൻ, അതും ആഹാരം കൊടുക്കാതെ സാധാ നാച്ചുറലി വളർന്ന കുറച്ച് മീൻ വളർത്തിയിട്ടുണ്ടെന്നല്ലാതെ ഒരു രീതിയിലും ഞാനിതിൽ എക്സ്പേർട്ടല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിൽ ഇത് അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചെങ്കിലും ഞാൻ ഇതിൻ്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.